ഞാൻ ബികോം ഫിനാൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പോയത് അക്കൗണ്ടിങ് കോഴ്സിലേക്കാണ്. അപ്പോൾ എല്ലാവരും അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റ എടുത്തതും ഒരുപാട് റിസർച്ച് ചെയ്തതും. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ റീൽസിൽ വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്. അപ്പോൾ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ സെർച്ച് ചെയ്തിട്ടും അടുത്തുള്ള കാലിക്കറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ കാലിക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തരുന്നത് നമ്മളെ ആഡ്സിംഗ് ലേണിംഗ് ഹബാണ്. സോ അതിനെ നമ്മൾ ചൂസ് ചെയ്തു. ഹായ് ഹലോ, എൻ്റെ പേര് അസ്മിൽ അലി. ആഡ്സിംഗ് ലേണിംഗ് ഹബിലെ ബാച്ച് 18th സ്റ്റുഡൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈൻ ആയിരുന്നു ഞാൻ എടുത്ത കോഴ്സ്. മെൻറ്റേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. ആരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബോർഡറൊന്നും ഇല്ലേ, നമുക്ക് എന്തും തുറന്നടിച്ച് പറയാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. സോ അതായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും, ഒരുമിച്ച് കറങ്ങാൻ പോകും, ഒരുമിച്ച് ചായ കുടിക്കാൻ പോകും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 4 ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു. സോ ട്രിപ്പിന് നമ്മൾ ഇതിന് മുമ്പ് ഞാൻ ട്രിപ്പ് പോയതൊക്കെ എന്ന് വെച്ചാൽ കോളേജ് ബേസിൽ ട്രിപ്പ് പോയപ്പോൾ സാർമാർ ഒരു വേറെ ഗാങ്ങിലായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സാർമാർ സ്റ്റുഡൻസിന് പോലെ ആയിരുന്നു. നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം, എന്ത് കാണിച്ചാലും. സോ സാർമാരൊക്കെ അത്രയും സപ്പോർട്ടീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോഴ്സ് എടുത്തതിൽ ട്രിപ്പ് ഒരു ബെസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ ഇനിയൊരു കൊല്ലം കൂടി ആവണമെങ്കിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, സിലബസ് കഴിഞ്ഞു, എല്ലാം പഠിച്ചു, അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് അവസാനത്തെ ഡേ ആണ്. വിഷമമുണ്ട് എല്ലാവരും പിരിയാൻ വേണ്ടിയിട്ട്. തന്നെ ഓവറോൾ ഇറ്റ്സ് ഗുഡ്. എല്ലാ മെമ്മറികളും മനസ്സിലുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വർക്കിന് കയറണം. അത് കഴിഞ്ഞിട്ട് ഭാവി പ്ലാനുകളൊക്കെ പ്ലാൻ ചെയ്യണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.